അപ്പൊ ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് റിവാർഡ്, റിസ്ക് വളരെ കുറവായിരിക്കും, പക്ഷെ റിവാർഡ് വളരെ വലുതായിരിക്കും. ഒരു സപ്പോർട്ടിലോട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിലോട്ടോ പ്രൈസ് എത്തുവാണ്, അതായത് നോക്കുവാണെങ്കിൽ ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു 2-3 തവണ പ്രൈസ് ഇവിടെ റിജക്ട് ചെയ്തായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് മൂന്നാമത്തെ പ്രൈസ് ഇവിടെ റിജക്ട് ചെയ്യാൻ വരുമ്പോൾ തന്നെ, അതായത് പ്രൈസ് അവിടെ ടാപ്പ് ചെയ്തില്ല, ടാപ്പ് ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ഇവിടെ ഒരു ലിമിറ്റ് ഓർഡർ നമ്മളിവിടെ പ്ലേസ് ചെയ്ത് വെക്കുന്നു. അതിന്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയുടെ തൊട്ട് മുകളിൽ വെക്കുന്നു, ടാർഗറ്റ് നമ്മൾ താഴെ വരെ വെക്കുന്നു. ട്രെൻഡ് ലൈനിൽ ട്രേഡ് എടുക്കുന്ന ആളാണെങ്കിൽ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഞാൻ നല്ലൊരു ട്രെൻഡ് ലൈൻ ഞാൻ ഇവിടെ വരയ്ക്കുന്നുണ്ട്. നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് 2-3 തവണ സപ്പോർട്ട് എടുത്തായിട്ട് കാണാൻ പറ്റും. അതിന്റെ 4ാമത്തെ തവണ സപ്പോർട്ട് എടുക്കാൻ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാം പ്രൈസ് ഈ ഒരു ട്രെൻഡ് ലൈനോട്ട് എത്തുമ്പോഴത്തേക്കും റിജക്ഷൻ കിട്ടും. അപ്പൊ നിങ്ങൾ നേരത്തെ തന്നെ അവിടെ ഒരു എൻട്രി നിങ്ങൾ അവിടെ പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നു. ആൻഡ് പ്രൈസ് അവിടെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ എൻട്രി ട്രിഗർ ആകുന്നു. സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ ട്രെൻഡ് ലൈനിന്റെ താഴെ വെക്കാം, ടാർഗറ്റ് 1:2 നോക്കാം. ഫെയർ വാല്യൂ ഗ്യാപ്പ് വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇത് നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. അവിടെ നല്ലൊരു ലിക്വിഡിറ്റി ഉള്ള ഏരിയ നമുക്കറിയാം, കാരണം ഇവിടെ നല്ല രീതിയിൽ പ്രൈസ് ഫാൾ ആയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇംബാലൻസ് ആണ് പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ അവിടെ നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അതിന്റെ അകത്ത് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് എത്തുമ്പോൾ തന്നെ നമുക്ക് പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടുമെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർ അതിന്റെ ഓപ്പണിംഗിൽ തന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ ഓപ്പണിംഗിൽ തന്നെ ഒരു എൻട്രി എടുത്ത് വെച്ചേക്കുന്നു, ലിമിറ്റ് ഓർഡർ എടുത്ത് വെച്ചേക്കും, അതിന്റെ സ്റ്റോപ്പ് ലോസിന്റെ മേളിൽ വെക്കും, ടാർഗറ്റ് ഒരു 1:2 നോക്കും.